ഐലൻഡ് നോർത്ത് വാർഡിൽ കൊച്ചി കോർപ്പറേഷനിൽ BJP ജയിച്ചിരിക്കുന്നു. അവിടുത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് UDF നേതാവ് ആന്റണി കുരീത്തറ അവിടെ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ആന്റണി കുരീത്തറ പ്രതിപക്ഷ നേതാവ്, കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറയെ തോൽപ്പിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷനിലെ ഐലൻഡ് നോർത്ത് വാർഡിൽ ഇപ്പോൾ BJP ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇക്കാര്യത്തിൽ ഇപ്പോൾ ആന്റണി കുരീത്തറയുടെ ഒരു പ്രതികരണവും വരുന്നുണ്ട്. CPIM BJPക്ക് വോട്ട് മറിച്ചു എന്നാണ് ഇപ്പോൾ ആന്റണി കുരീത്തറ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, മുനമ്പം വഖഫ് ഭൂമി തർക്കം നമുക്കറിയാവുന്നതാണ്. വലിയ വിവാദമായ ഒരു സ്ഥലം. ആ മുനമ്പം വാർഡിൽ ഇപ്പോഴിതാ അവിടെ BJPക്കാണ് ആദ്യ ജയം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ ഈ മണിക്കൂറുകളിൽ എടുത്തു പറയേണ്ടതാണ്. കോർപ്പറേഷനുകളിൽ ഇതാ ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്ക് LDFും UDFും വന്നിരിക്കുന്നു. 3-3 എന്ന നിലയിലേക്ക് വരുന്നു. പന്തളം നഗരസഭ നമുക്കറിയാവുന്ന പോലെ അവിടെ NDAക്ക് അതിഭരണമുള്ള ഒരു സ്ഥലമാണത്. പക്ഷെ ഇപ്പോഴതാ അവിടെ UDFും NDAയും ഒപ്പത്തിനൊപ്പമാണ് അവിടെ UDFും NDAയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ UDF ലീഡ് ചെയ്യുമ്പോൾ മുനിസിപ്പാലിറ്റികൾ 7 എണ്ണമാണ് തൃശ്ശൂർ കോർപ്പറേഷനിലുള്ളത്. അതിൽ 4 LDF, 3 UDF. ജില്ലാ പഞ്ചായത്തുകളിൽ 29 ഡിവിഷനുകളാണ് ഉള്ളത്. അവിടെ 9 LDF ആണ്. ജില്ലാ പഞ്ചായത്തുകളിൽ 9 ഡിവിഷനുകളിൽ തൃശ്ശൂർ ജില്ലയിൽ 9 LDF ലീഡ് ചെയ്യുന്നു. UDF 7, NDA 2. തൃശ്ശൂരിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ ലീഡ് നിലയാണ് പറഞ്ഞത്. ഇനി ബ്ലോക്കുകളിലേക്ക് വരുമ്പോൾ 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 LDFിന്റെ ലീഡാണ് അവിടെ കാണുന്നത്. നമുക്ക് ഇത് നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളിലും LDF തന്നെ ലീഡ് ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയിൽ LDFിന്റെ മുന്നേറ്റം, തൃശ്ശൂർ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിലും LDFിന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുന്നംകുളം നഗരസഭയിൽ ഇതാ 10 സീറ്റുകളാണ് LDF